ആനിവേഴ്സറി ഹാർമണി ഫാമിലി മീറ്റ് റിന്യൂയിങ് ഫ്രണ്ട്ഷിപ്പിന്റെ ഈ മഹത്തായ മീറ്റപ്പിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. വിശിഷ്ട വ്യക്തികൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹാദരപൂർവ്വം സ്വാഗതം. പെർഫെക്റ്റ് ഹാർമണി എൻഡ്ലെസ് മെമ്മറീസ് എന്നതാണ് ഈ വർഷത്തെ നമ്മുടെ മീറ്റപ്പിന്റെ മോട്ടോ. Let's start this beautiful occasion with a silent prayer. Please stand up for the silent ഭാരതത്തിൽ പുകഴ്പെറ്റ PKM കോളേജ് അന്ന് നമ്മളൊന്നായി തുഴഞ്ഞേറി ജീവിത വഴിയിൽ നമ്മൾ ഒരുമയും സ്നേഹവും കൊണ്ടൊരു കൂടുമേനഞ്ഞു. 60 കഴിഞ്ഞോർക്കുള്ളൊരു സ്വപ്ന സങ്കേതം. പാലങ്ങൾ പണിതു നമ്മൾ കപ്പലുണ്ടാക്കി നാട് നീളെ വൈദ്യുതിയാൽ വിസ്മയങ്ങൾ തീർത്തു നാം. പിന്നെ പ്രായമായി വിശ്രമിക്കാൻ നേരമായപ്പോൾ 60+ നമുക്ക് നൽകി വീണ്ടും നല്ലൊരു ബാല്യം. 60+ നമുക്ക് നൽകി വീണ്ടും നല്ലൊരു ബാല്യം. ഭാരതത്തിൽ പുകഴ്പെറ്റ PKM കോളേജ് അന്ന് നമ്മളൊന്നായി തുഴഞ്ഞേറി ജീവിത വഴിയിൽ നമ്മൾ ഒരുമയും സ്നേഹവും കൊണ്ടൊരു കൂടുമേനഞ്ഞു. കവികൾക്കും കാഥികർക്കും ബുള്ളറ്റിനുകൾ സർഗസംഗമവേദി വന്നു കലാകാർക്കായി. കവികൾക്കും കാഥികർക്കും ബുള്ളറ്റിനുകൾ സർഗസംഗമവേദി വന്നു കലാകാർക്കായി. പ്രസംഗങ്ങൾ പ്രാണയാമമോരോ വേദികളിൽ സംഭവ ബഹുലമായി നമ്മുടെ സായാഹ്നയാനം. സംഭവ ബഹുലമായി നമ്മുടെ സായാഹ്നയാനം. ഭാരതത്തിൽ പുകഴ്പെറ്റ PKM കോളേജ് അന്ന് നമ്മളൊന്നായി തുഴഞ്ഞേറി ജീവിത വഴിയിൽ നമ്മൾ ഒരുമയും സ്നേഹവും കൊണ്ടൊരു കൂടുമേനഞ്ഞു. വീണ്ടും പൂക്കും വസന്തം പോൽ നമ്മൾ കൂടുന്നു. അകന്നു പോയ സൗഹൃദങ്ങൾ ഒന്നായി ചേർന്നിടുന്നു. എന്നും വാണിയിടട്ടെ നമ്മുടെ
സ്നേഹ കൂട്ടായ്മ ലോകത്തെന്നുമെന്നും വാണിടട്ടി സ്നേഹ കൂട്ടായ്മ ലോകത്തെന്നുമെന്നും വാഴ്ത്തിടട്ടി സ്നേഹ കൂട്ടായ്മ ഭാരതത്തിൽ പുകഴ്പെറ്റ TKM കോളേജ് അന്ന് നമ്മളൊന്നായി തുഴഞ്ഞേറി ജീവിത വഴിയിൽ നമ്മുടെ ജേക്കബ് വർഗീസ് കണ്ട സ്വപ്നം ക്ലബ് മില്ലേനിയം 60 കഴിഞ്ഞോർക്കുള്ളൊരു സ്വപ്ന സങ്കേതം. The first government-aided private technical educational institution in the state of Kerala was established in 1958 by Janab Thangal Kunju Musliar, a social reformer, philanthropist and businessman in the Kollam district of Kerala. Over the years, TKM has evolved into a temple of learning with a student and alumni base spanning all continents. The institution has today become synonymous with excellence in technical education and was granted autonomous status by the UGC in 2022. 66 വർഷത്തെ മഹത്തായ പാരമ്പര്യമുള്ള TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ഫൗണ്ടർ ജനാബ് തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. I request all of you to stand up for a silent prayer. Pranamam to our founder, the great Janab A. Thangal Kunju Musliar. Club Millennium TKM 60+. TKM College of Engineering-ലെ 1962 മുതൽ 1986 വരെയുള്ള 26 ബാച്ചുകാരുടെ ഒരു മഹാസംഘടനയാണ് ക്ലബ് മില്ലേനിയം TKM 60+. TKM കോളേജിലെ പ്രഥമ ബാച്ച് മുതലുള്ള വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി 42 വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ 60 വയസ്സിന്റെ ചെറുപ്പത്തിൽ ഈ ക്ലബിൽ പൂർവാധികം പ്രസരിപ്പോടെ ഭാഗഭാക്കാവുന്നു. ജീവിതയാത്രയിൽ അച്ഛനായി, അമ്മയായി, അമ്മമ്മയും അപ്പൂപ്പനുമായി അനേക വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമായി TKM കോളേജിലെ 60 വയസ്സ് കഴിഞ്ഞ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ 2010 ജീവൻ നൽകിയ സംഘടനയാണ് TKM 60+. ഇന്ന് 660 പരം അംഗങ്ങളുള്ള ഒരു മഹാസംഘടനയാണ് TKM 60+. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അലുമിനി സംഘടന TKM UAE അലുമിനി ചാപ്റ്ററാണ്. 1500-ലധികം പേരുള്ള TKM UAE അലുമിനി കഴിഞ്ഞാൽ ഏറ്റവും അധികം അംഗങ്ങളുള്ള രണ്ടാമത്തെ സംഘടനയാണ് നമ്മുടെ TKM 60+. കൈയടിക്ക് ശക്തി പോരല്ലോ, വരട്ടെ, ആ ശക്തി വരട്ടെ അല്ലെ. 660 പരം അംഗങ്ങളുള്ള സംഘടന. ഈ 660 പരം അംഗങ്ങളുടെ 40 പരം വർഷത്തെ അനുഭവ സമ്പത്ത്, വിച്ച് മീൻസ് 26,400 man years of experience and legacy. അതാണ് TKM 60+നെ വ്യത്യസ്തമാക്കുന്നത്. TKM 60+ന്റെ യാത്രയിൽ വഴിമധ്യേ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ സഹപാഠികളെ സ്മരിക്കാനുള്ള സമയമായി. The dear departed. So I request once again all of you to stand up for Shraddhanjali to our beloved members who left us for their heavenly abode. George Sebastian, 67, electrical. Rajagopal Tirumalai Swami Ayyankar, 70, civil. Yusuf B.A., 72, mechanical. Rajagopalan K., 76, civil. N. Ram, 77. അപ്പോൾ പ്രിയപ്പെട്ടവരെ, from salt to steel, from the height of universe to the depth of the sea, there is a TKM 60+ connection. നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ തന്നെയാണ്. So here I am inviting our beloved guests on the stage
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മാർഗദർശിയും TKM കോളേജ് സ്ഥാപകനുമായ ജനാബ് തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ മൂത്ത മകനും TKM കോളേജ് ചെയർമാനുമായ ജനാബ് ഷാഹൽ ഹസൻ മുസ്ലിയാർ അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിതയാത്രയിൽ നവതി പിന്നിട്ട ജനാബ് ഷാഹൽ ഹസൻ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഭാഗ്യം തന്നെയാണ്. അദ്ദേഹം ഈ സംഘടനയുടെ ട്രസ്റ്റി കൂടിയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ശ്രീ ഷാഹൽ ഹസൻ മുസ്ലിയാർ. മലയാള സാഹിത്യത്തിന്റെ ജ്ഞാന ജ്യോതിസ്, അക്ഷര പുണ്യം, അധ്യാപകൻ, വാഗ്മി, സാഹിത്യകാരൻ, ചിന്തകൻ തുടങ്ങി വിശേഷണങ്ങൾക്ക് അതീതനായ അക്ഷര ഋഷി ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശതാബ്ദിയോടടുക്കുന്ന ജീവിതയാത്രയിൽ ഇന്നും എന്നും സൂര്യ സമാനം ജ്വലിക്കുന്ന കാവ്യ തേജസ് പ്രൊഫസർ MK സാനു മാസ്റ്റർ. സ്നേഹാദരപൂർവ്വം സ്വാഗതം ശ്രീ MK സാനു മാസ്റ്റർ. Now I welcome our Mahaguru Professor PJ Labba sir, who was professor in TKM College and principal for 16 years, and it's also a record for the college. സ്നേഹപൂർവ്വം സ്വാഗതം പ്രൊഫസർ PJ Labba sir. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു റയർ അഡ്മിറൽ ശ്രീ രവി മേനോൻ, അഡ്വൈസർ ഓഫ് ദ ക്ലബ് എഞ്ചിനീയർ ശ്രീകുമാർ K. അദ്ദേഹം 74 ക്ലബ് മില്ലേനിയം TKM 60+ ന്റെ പ്രസിഡന്റ് എഞ്ചിനീയർ ശ്രീ KG മുരളീധരൻ, ക്ലബ് മില്ലേനിയത്തിന്റെ വൈസ് പ്രസിഡന്റ് ബീന PN, സെക്രട്ടറി ഡോക്ടർ തോമസ് കുട്ടി മാത്യു, പ്രിൻസിപ്പൽ ഓഫ് TKM CE ഡോക്ടർ സജീവ്. Club TKM 60+ for welcome address. As we gather here today, we step into memories, team spirit, and shared experience that have developed us into who we are today. This alumni meet isn't just an event. It is a celebration of the bonds that continue to thrive beyond the boundaries of our alma mater. True, the brightest days in our life, that is campus life, went too fast. The days, weeks and months almost telescope marched and rolled into an ever-augmentative pattern of the past that was torn asunder from us. However, it leaves behind some beautiful memories, very often making us heave sighs also. As expressed by ONV Group, this is clearly seen in a song. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ TKM-ൽ. നെടുവീർപ്പിൻ മൂളലോടെ ഇടനെഞ്ചിൽ താളമോടെ മഴവില്ലിൻ തോണിയെ പോവുകില്ല ഓ മധുരിക്കും ഓർമ്മകളെ. കഴിഞ്ഞ 2-3 വർഷം മുമ്പ് നമ്മൾ കോളത്തൊരു മീറ്റ് നടത്തിയപ്പോൾ അതിലൊരു പവലിയൻ ഉണ്ടായിരുന്നു. അത് വളരെ രസകരമായിട്ടുള്ള ഒരെണ്ണമായിരുന്നു. ഒരു 50 വർഷം മുമ്പ് നമ്മുടെ ഒരു ശരാശരി TKM സ്റ്റുഡൻറ്റിൻ്റെ ചിത്രം കൂടാതെ അന്നത്തെ സംസ്കാരവും വരച്ച് കാട്ടിയിരുന്നു. മറ്റൊന്നുമല്ല, ഇന്ന് അന്യം നിന്ന് പോയ ഒരു തെങ്ങോലോണ്ട് മെടഞ്ഞ ഒരു സ്ട്രക്ചർ അതിൻ്റെ പുറത്തെഴുതിയിരുന്നു. പൂവാർ അവിടെ എഴുതിയിരുന്നു കള്ള് ഷാപ്പ് ചന്ദനത്തോപ്പ്. വാസ്തവത്തിൽ ഇത് അന്നത്തെ കാലഘട്ടത്തിൽ TKM ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഒരു സംസ്കാരമായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മുടെ സ്റ്റുഡൻസ് അന്ന് പറഞ്ഞിരുന്നു. ഈ പാട്ടിൻ്റെ ട്യൂണിൽ അന്ന് നമ്മുടെ കോളേജിലൊക്കെ പാടിയിരുന്നു.
ഒരു പൈന്റിൻ പാതി കൊണ്ടു സ്മോളടിക്കാം, ഒരു ബീഡി കുറ്റിയിലെ പുകയെടുക്കാം, ചന്ദനത്തോപ്പിൽ ചെന്ന് കള്ളടിക്കാം. സെഷണൽ പോകാതെ പഠിച്ചു കേറാം, പഠിച്ചു കേറാം. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ TKM. ഇങ്ങനെ വരാത്ത ഒരു ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോവാൻ പറ്റാതെ വരുമ്പോൾ നഷ്ടബോധം നിർത്തുന്നത് നമ്മൾ ഇതുപോലെയുള്ള വേദികളിലാണ്. അപ്പൊ അതിനെക്കുറിച്ച് വളരെ സ്പർശിയായിട്ട് പാടുന്ന ഒരു ഇതുണ്ട്. ഒരു വട്ടം കൂടിയ TKM കോളേജിൽ തിരുമുറ്റത്തെത്തുവാൻ മോഹം, ഒരു വട്ടം കൂടിയ കോളേജ് ക്യാമ്പസിൽ ചെത്തി നടക്കുവാൻ മോഹം, ചെത്തി നടക്കുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. എന്താണേലും ഇങ്ങനെയുള്ള മോഹങ്ങൾക്ക് ഒരു പരിധി വരെ നമ്മുടെ ഇത് 60+ നമ്മുടെ തീം സോങ്ങിൽ പറഞ്ഞ പോലെ ഒരു സഹായമാണ്. ഇവിടെ ഇന്നത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഔദ്യോഗികമായിട്ട് യോഗാധ്യക്ഷൻ ശ്രീ KG മുരളീധരനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഭൂമി മലയാളത്തിന് ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു ഗുരുനാഥനാണ് സാനു മാഷ്. ഇവിടെ ഇത്രയും കാര്യമായിട്ട് പിന്നെ നമ്മുടെ പ്രിയങ്കരനായ രബാസാറാണ് അടുത്ത. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന എല്ലാ അലുമിനിയം ഇപ്പം പാസ്സാകുന്നവരുടെ അലുമിനിയം പോലും പോകും. വേറൊന്നുമല്ല, അദ്ദേഹം ഞങ്ങൾ ഇലക്ട്രിക്കലാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ 2 തിയറി പറയും. ഒന്ന് നമ്മുടെ പഴയ അന്ന് പഠിച്ച ബൾബാണ്, കോയിലിൻ്റെ കോയിലാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് അദ്ദേഹം പോസിറ്റീവ് എനർജി കൊടുത്തു നിലനിൽക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ. അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഞങ്ങളെ പഠിപ്പിച്ച കപ്പാസിറ്റി ചാർജ് ആൻഡ് ഡിസ്ചാർജ് ഫ്രം ദ പോസിറ്റീവ് എനർജി. അല്ലെങ്കിൽ ഒരു ബാറ്ററി, ഇൻവെർട്ടർ ഒരു ബാറ്ററി ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഫ്രം ദ ഡിസ്ട്രിക്ട്. അത് നമ്മുടെ അലുമിനിയം. അങ്ങനെ വളരെ വളരെ സന്തോഷത്തോടെ എപ്പോഴും നമ്മൾ മീറ്റ് വരുന്ന അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ ആശംസകൾ. പിന്നെയെല്ലാം നമ്മുടെ കുടുംബ അംഗങ്ങളാണ്. ഫൗണ്ടർ മെമ്പർമാരായ പ്രിൻസ് സാർ, വേനൽ സാർ, മറ്റ് കോളേജ് ഇപ്പോഴത്തെ താമസിക്കുന്നേ ഉള്ളൂ. ചെറുപ്പക്കാർ ഞങ്ങളോട് പ്രിൻസിപ്പള്, പിന്നെ നമ്മുടെ അഡ്വൈസർ ശ്രീകുമാർ, എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുകൂടാതെ ഇതിൻ്റെ വിജയം തീർച്ചയായിട്ടും ഇതിൻ്റെ ഓഡിയൻസാണ്. ഓഡിയൻസ് മനസ്സിലായ എല്ലാവരും എൻജിനീയേഴ്സ് തന്നെ. കൂടാതെ നമ്മുടെ എല്ലാവർക്കും പ്രത്യേകം പറയുന്നില്ല, പറയുകയാണെങ്കിൽ ഈ ദിവസം മുഴുവൻ തീരത്തില്ല. എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഇതിൻ്റെ വേണ്ടി പ്രവർത്തിച്ച ഓർഗനൈസിംഗ് കമ്മിറ്റിയെ പ്രത്യേകം ഓർക്കുന്നു. അതുകൂടാതെ അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും ഇവിടെ സന്നിധിയായിരിക്കുന്ന ആക്സിലറി ഈ കാര്യങ്ങൾ നോക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. 1962 മുതൽ 67 വരെയുള്ള 6 ബാച്ചുകളിലെ 22 പേരെ ഇന്നിവിടെ ആദരിക്കുകയാണ്.
നന്ദി പറയാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും വേണ്ടി ഞാൻ മുരളിയോടും മുരളിയുടെ ബ്യൂട്ടിഫുൾ ടീമിനോടും നന്ദി പറയുകയാണ്. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വലിയ സുഖമാണ്. ഇത്ര വയസ്സുകാലത്ത് ആരാ നമ്മൾ തിരിഞ്ഞു നോക്കില്ലാത്തപ്പോൾ നമ്മുടെ പഴയ ആളുകൾ കൂടി സന്തോഷിച്ച് നമ്മളെന്ത് ബഹുമാനിക്കുക, ഇതൊന്നും വലിയ കാര്യമില്ല. എങ്കിലും പക്ഷെ ആ സ്നേഹം നോക്കി എല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവരും വലിയ സന്തോഷം, വലിയ നന്ദി, വലിയ നന്ദി. താങ്ക് യു. President, Engineer Shri K.G. Muralidharan അവരുടെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ കോളേജിൻ്റെ ചെയർമാനും നമ്മുടെ TKM 60+ പേട്രണുമായ ബഹുമാനപ്പെട്ട ജനാബ് സഹാബ് ഹസൻ മുസ്ലിയാർ അവർക്ക്, നമ്മുടെ എല്ലാവരുടെയും മഹാഗുരുക്കന്മാരായ സാനിമാസും ലബാസാറും, നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജീവ്, TKM 60+ ഫൗണ്ടർ ജേക്കബ് വർഗീസിനും, നമ്മുടെ ഗ്ലോബൽ അംബാസഡറായ ആന്റണി പ്രിൻസ്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു വൻമതിലായ റിയൽ അഡ്മിറൽ മേനോൻജി, നമ്മുടെ അഡ്വൈസർ ശ്രീകുമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വീണയും സെക്രട്ടറി തോമസ് കുട്ടി, സദസ്സിലിരിക്കുന്ന ഡോക്ടർ ഹറൂൺ, സണ്ണിച്ചായൻ, രാജമോഹൻ ചേട്ടൻ, രവിച്ചേട്ടൻ, ഇങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ കൂട്ടുകൈ നമസ്കാരം. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആയിരം തിരമാലകൾ ഉയരുന്ന ഈ മഹാസാഗരം കാണുമ്പോൾ സത്യത്തിൽ ഞങ്ങളുടെ 18 പേരുടെയും മനസ്സിൽ അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ നിറഞ്ഞു തോന്നുകയാണ്. ഞങ്ങൾ 18 പേരെന്ന് പറയുമ്പോൾ 10 MC മെമ്പേഴ്സും 8 ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പേഴ്സും. നമ്മുടെ TKM 60+ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മളെപ്പോഴും പറയാറുള്ളത് നല്ല വാർത്ത. 60ൻ്റെ ചെറുപ്പമാണ്, 70ൻ്റെ അഴകാണ്. ഞാൻ 75ആയി. 80ൻ്റെ തണലാണ്. അതെ, ഈ കോമ്പിനേഷൻ്റെ റിച്ച് കണ്ടൻ്റാണ്, അതിൽ തിളങ്ങി നടക്കുന്ന വിസ്ഡവും ബ്രില്യൻസും ഒക്കെയാണ് ഓരോ വർഷവും നമ്മുടെ പുതിയ വിജയപാതയിൽ എത്തിക്കുന്ന. അങ്ങനെ ഒരു പുതിയ മൈൽ സ്റ്റോൺ എല്ലാ വർഷവും ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ആ പോസിറ്റീവ് വൈബ് ആണ് നമ്മളെ TKM അലുമിനി ലോകത്തിൽ 2ാം സ്ഥാനത്ത് ഇന്നും നിലനിർത്തുന്നത്. Let us move on to the great spirit and enjoy the beauty of the tournament and share the happiness in the next 4 hours. ഒരിക്കൽ കൂടി മനസ്സ് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, 1000 നന്ദി, നമസ്കാരം. ഫെലിസിറ്റേഷൻ അഡ്രസ്സിനായി TKM ക്ലബിൻ്റെ ട്രസ്റ്റിയും കോളേജ് ചെയർമാനുമായ ജനാബ് SH മുസ്ലിയാർ അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ KG Muralidharan, President Club Millennium TKM 60+. Dear Professor Sanu Master, esteemed guests, members of the club, ladies and gentlemen, it gives me an immense pleasure and pride to be here with an inspiring and vibrant group of individuals at this special occasion, the annual meet of the club TKM 60+. This gathering is not just a celebration of the past year, but also a testament to the enduring spirit, wisdom and camaraderie of everyone here. You all represent a wealth of experience. You are models, mentors, and living examples of how life after 60 can be dynamic and fulfilling forever. This annual meet is a celebration of all that you have achieved together over the past year. Your creativity,
energy and resilience inspire all of us. I feel privileged to be part of this journey with you. Together we can explore new horizons, strengthen our bonds, and create even more meaningful experiences. It is a momentum occasion for introspection and go through the exciting life of experience you had on the campus of your alma mater. I often say that you, the proud alumni, are the real ambassadors of TKM. I hope TKM will have your continued support, and I know that this gathering with so meaningful, successful individuals under the banner of TKM is a reflection of your emotional bonding with TKM. My good wishes to all of you, and for this successful conduct of your celebrations, thank you. Jai Hind. Thank you, sir. Shara Suryan. പ്രൊഫസർ MK സാനുമാഷിന്റെ അനുഗ്രഹ പ്രഭാഷണത്തിനായി കാതോർക്കാം. എല്ലാവർക്കും നമസ്കാരം. TKM എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിൻ്റെ പേരിൽ ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ചും ശ്രീ മുരളീധരൻ, ഡോക്ടർ തോമസ് കുട്ടി മാത്യു എന്നിവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. TKM എഞ്ചിനീയറിംഗ് കോളേജുമായി എനിക്ക് 3 തരത്തിൽ ബന്ധമുണ്ട്. ഒന്ന്, എൻ്റെ മകൻ MS രഞ്ജിത്ത് അവിടുത്തെ വിദ്യാർത്ഥിയാണ്. 1962 എന്നാണ് എൻ്റെ ഓർമ്മ. 2, അവിടുത്തെ പല സമ്മേളനങ്ങളിലും 2 പ്രാവശ്യം എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട് ഞാൻ പ്രസംഗകനായി പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോയത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയെ ഒന്നിച്ചാണ്, നമ്മുടെ ആദ്യത്തെ കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി. 2ാമത്തെ പ്രാവശ്യം ഞാൻ തനിച്ചാണ് പോയത്. 3ാമത്തെ ബന്ധം, കോളേജ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രഭാതം പത്രത്തിൻ്റെ വായനക്കാരനായിരുന്നു. കേരളത്തിൽ നടന്ന ഏറ്റവും നല്ല പത്രങ്ങളിൽ, ദിനപത്രങ്ങളിലൊന്നാണ് പ്രഭാതം പത്രം. നടത്തിയത് തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ. ഇന്നും അതിൻ്റെ പഴയ വിശേഷാൽ പ്രതി നിങ്ങൾക്ക് ചിരന്തന മൂല്യങ്ങൾ അടങ്ങുന്ന ഒരു സാഹിത്യകൃതിയായി വായിക്കാം. അത്ര ഭംഗിയായിട്ടാണ് അന്ന് അതിൻ്റെ എഡിറ്ററായിരുന്ന സക്കറിയ അത് എഡിറ്റ് ചെയ്തിരുന്നത്. തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ ആവശ്യമായ എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന് അനുവദിച്ചു കൊടുത്തിരുന്നു. ഒരിക്കൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കരുത് എന്നാവശ്യപ്പെട്ടപ്പോൾ ആവശ്യപ്പെട്ട മന്ത്രിയും മുസ്ലിമായിരുന്നു. തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ പറഞ്ഞത്, ഞാൻ സത്യം എഴുതാനാണ് പത്രം നടത്തുന്നത്, നിങ്ങളുടെ ശുപാർശ കേൾക്കാനല്ല എന്നാണ് പറഞ്ഞത്. അത്ര ധീരമായി പത്രപ്രവർത്തനം നിൽക്കുന്നതുവരെ അദ്ദേഹം നടത്തിപ്പോന്നിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു മതാതീതമായ വീക്ഷണം മറ്റുള്ളവരുമായി സഹകരിക്കുന്നതിൽ എന്നും കാണിച്ചിരുന്നു. അദ്ദേഹവുമായി വളരെ സഹകരിച്ച 2 പേർ MC ജോസഫ് യുക്തിവാദിയാണ്, നിരീശ്വരവാദിയുമാണ്. അതുപോലെ തന്നെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള യുക്തിവാദിയാണ്. അങ്ങനെ പലരുമായി നല്ല അടുത്ത് ബന്ധം പുലർത്തുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതിൽ അദ്ദേഹം ഒരു ചരിത്ര പുരുഷൻ തന്നെയാണ് കേരളത്തിൽ എന്ന് പറയാൻ സാധിക്കും. തൊഴിലാളി പ്രശ്നങ്ങളുണ്ടാക്കാൻ സൂക്ഷിക്കുക, ബിസിനസ്സെല്ലാം ഭംഗിയായി നടത്തുക. അതേ സമയത്ത് തന്നെ അദ്ദേഹം ചിന്തിച്ച് ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്, വിശിഷ്ടാദ്വൈതം. ശാസ്ത്രീയ കാര്യങ്ങൾ ശരിയല്ലെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ചിന്താപരമായ കഴിവിനെ തെളിയിക്കുന്ന ഒന്നാണ്. അതേ പാരമ്പര്യം തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ സെക്രട്ടറി ഡോക്ടർ തോമസ് കുട്ടി മാത്യു. അദ്ദേഹം ഒരു പുസ്തകത്തിലുള്ള പുനർജന്മത്തെക്കുറിച്ചാണ്. അങ്ങനെ ചിന്താശീലമുള്ള ഒരു ബിസിനസ്മാൻ കേരളം കണ്ടിട്ടുള്ളതായിട്ട് ഞാൻ അറിയുന്നില്ല. അങ്ങനെ പല നിലകളിലും കേരളത്തിൽ മാതൃകാപരമായ ഒരു കോളേജാണ് അദ്ദേഹം നടത്തിയിരുന്നത്. അവിടെ മറ്റേ നിയമനത്തിന് കാശ് വാങ്ങിക്കില്ല,
മറ്റ് ശുപാർശകൾ കേൾക്കില്ല. എല്ലാം വളരെ ചിട്ടയായും ക്രമമായും നടത്തിക്കൊണ്ടു പോകുന്നതിൽ അദ്ദേഹം കാണിച്ചിരുന്ന ആ ശുഷ്കാന്തി ഒരു സ്റ്റേഷനറി പറയാനുള്ള ഐതിഹാസികമാണ്. അങ്ങനെ ആ കോളേജ് ഇന്ന് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, അതിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ മാതൃസ്ഥാപനത്തെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികൾ ലോകത്തെമ്പാടും തന്നെ TKM കോളേജിൻ്റെ സ്ഥാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ആ പൈതൃകം നിങ്ങളെ എക്കാലത്തും നല്ലവരാക്കട്ടെ, നല്ല ലോകസേവകരാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വിനയപൂർവ്വം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രീ സാനു മാസ്റ്റർ, അനേക വർഷങ്ങളുടെ അധ്യാപക ജീവിതം, കുട്ടികളുടെ മഹാഗുരു പ്രൊഫസർ POJ ലബ്ബ സാർ, അദ്ദേഹത്തിന്റെ ആശംസാ പ്രസംഗത്തിലേക്ക് ശ്രീ POJ ലബ്ബ സാർ. ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ, ഞാൻ മീശ എന്നാണ് ആൾ വിളിക്കുക, മുരളി, TKM ട്രസ്റ്റ് ചെയർമാൻ ശ്രീ സഹാൽ ഹസൻ മുസ്ലിയാർ സർ, അതുപോലെ തന്നെ ആദരണീയനായ MK സാനു സർ, മറ്റ് അധ്യക്ഷ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രശസ്ത ശിഷ്യന്മാരെ, സുഹൃത്തുക്കളെ, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഞാനിവിടെ വന്നപ്പോഴും ഇവിടെ ആദരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചിലരെല്ലാം വയസ്സ് തിരുത്തിയാണോ 80 ആയെന്ന് തോന്നിപ്പോയി. കാര്യം 80 എന്ന് തോന്നിക്കാത്ത പലരും 80 എന്നും പറഞ്ഞിവിടെ വന്നു ആദരവ് വാങ്ങിക്കാൻ. അതേപോലെ തന്നെ എന്നെ ആകർഷിച്ച ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. ഇന്ന് ഈ ഒരു തീം സോങ് ഇവിടെ അവതരിപ്പിച്ചു. ആ തീം സോങ് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. അത് ശ്രീ രാജേന്ദ്രൻ്റെ കൃതി, അദ്ദേഹത്തിൻ്റെ കഴിവ് അതിൽ വളരെ വ്യക്തമായിരുന്നു. ആ തീം സോങ്ങിൽ പറഞ്ഞ വാചകങ്ങളൊക്കെ തന്നെ എനിക്കൊന്ന് റിഫ്രഷ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് മറന്നു പോകുന്നു. എങ്കിലും അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം എന്നെ ഓർമ്മിപ്പിക്കുന്നത്, ഈ 60+ നിങ്ങൾക്ക് വീണ്ടും ഒരു ബാല്യം നൽകുന്നു എന്നാണ്. അത് വളരെ വളരെ കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാര്യം 60+ ആയെങ്കിലും വയസ്സായെങ്കിലും ഇപ്പോഴും നിങ്ങൾ ചെറുപ്പക്കാരായി തന്നെ തുടരാനുള്ള ഒരു ഇൻസെൻറ്റീവ് ഉണ്ട്. അപ്പോൾ ആ തീം സോങ്ങിൽ മറ്റു പല നല്ല കാര്യങ്ങളും പറഞ്ഞു. അത് ഞാൻ വയസ്സായത് കാരണം മറന്നു പോവുകയാണ്. എങ്കിലും ഇത് മാത്രം ഞാൻ ഓർത്തു വെച്ചാണ് പറയാൻ വേണ്ടി. പിന്നെ ഈ 60+ൻ്റെ മിക്ക മീറ്റിങ്ങുകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ 60+ൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ഒരാൾക്ക് പ്രൈസ് കൊടുക്കുമെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇതിൽ 60+ എന്നുള്ള ആശയം നമ്മുടെ ജേക്കബ് വർഗീസ് സാറിന് ജേക്കബ് വർഗീസിന് തോന്നിയത് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാര്യം ഇങ്ങനൊരു ഐഡിയ 2010 ഇത് ആരംഭിച്ചത്, 60+ ആരംഭിച്ചത്. അന്നേരം ഇത്രമാത്രം ഇത് വലുതാകുമെന്നോ ഇത്രമാത്രം പ്രാധാന്യം ഇതിനുണ്ടാകുമെന്നോ അന്ന് പുള്ളി പോലും വിചാരിച്ചിട്ടില്ല. ഇന്നിപ്പോൾ മെയിൻ ഓർഗനൈസേഷനായ നമ്മുടെ അലുമിനി അസോസിയേഷനെ കടത്തി വെട്ടുന്ന രീതിയിലാണ് 60+ പ്രവർത്തിക്കുന്നത്. വളരെ റെഗുലറായിട്ട് മീറ്റിങ്ങും പഠിച്ചടങ്ങുകളും മറ്റെല്ലാ ഭംഗിയായിട്ടുള്ള ആളുകളെ ആദരിക്കലും എല്ലാം വളരെ പ്രശസ്തമായ രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. അതാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുബായ് ചാപ്റ്റർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള സിംഗിൾ ചാപ്റ്ററാണ് നമ്മുടെ 60+. അപ്പോൾ ആ 60+ലെ ഭാരവാഹികൾക്ക് ശരിക്കും അഭിമാനിക്കാം, അഹങ്കരിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് ഞാൻ പറയുന്നു. അത്രമാത്രം പ്രശസ്തമായ രീതിയിലാണ് ഈ മീറ്റിംഗ് നടക്കുന്നതും എല്ലാം. പിന്നെ പ്രായമാകാതിരിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട് കേട്ടോ. ഇത് വടി കൂടാതെ തന്നെ സ്റ്റെപ്പ് തനിയെ കയറി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല ഇന്ന്. പക്ഷേ അതുകൊണ്ട് ഇനിയുള്ള സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അല്പം കൂടെ വീതിയുള്ള സ്റ്റെപ്പ് വെച്ചാൽ ഞങ്ങൾക്ക് തിരക്കേണ്ടി, എങ്കിലും ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു വരാൻ സാധിക്കും. പിന്നെ ഇതിൽ ഇവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത
പല വ്യക്തികളെയും ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അവരിപ്പോഴും എന്നെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ആണ് പെരുമാറിയത്. ചിലർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പറഞ്ഞു, സാർ അന്നിരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത്, അപ്പോൾ അന്നേ ഞാൻ വയസ്സനായിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അന്നേ ഞാൻ ഇത്ര മാത്രം വയസ്സനായിരുന്നു എന്നാണ് എനിക്ക് സംശയം. പക്ഷേ അവരുദ്ദേശിച്ച അതല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കുകയാണ്. മാപ്പ് സെഷന്മാർക്കൊന്നുമില്ല, അതുകൊണ്ട് മാപ്പ് കൊടുക്കുകയാണ്. പിന്നെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് ഇതെല്ലാം. കാര്യം നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ ലോകത്ത് വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപകരാണ്. അപ്പം നമുക്ക് സന്തോഷിക്കാനുള്ള അനേകം വസ്തുതകൾ, പോയിൻറ്റ്സ് ഉണ്ട്. നമ്മളെ ഓൾഡ് ബോയ്സ് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരായാലും അല്ലാത്തവരായാലും ബിസിനസ്സുകാരായാലും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഒരു പ്രിൻസിപ്പലായിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ടീച്ചറായിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ ഭാഗ്യം തന്നതിന് ഭാരവാഹികൾക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ സ്റ്റേജിലിരിക്കുന്ന പല ആളുകളെ പറ്റി എനിക്ക് വ്യക്തിപരമായി പറയണമെന്നുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. കാര്യം സ്റ്റേജിലിരിക്കാത്ത ആളുകളെ പറ്റിയും പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഈ സന്തോഷത്തിന് ഞങ്ങൾക്ക് തന്ന ബഹുമാനത്തിനും ഒരു നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Respected Sahil and Nusilia, Lebba sir, and other dignitaries on the stage, and all my friends and families. First of all, apologies for coming late. Lebba sir would have checked me out if I was late in the class. But today, of course, he has pardoned me. At the moment I shook hand with him, he said, your turn, you can go now. Right? I am the happiest person in this group now, right? Because today, rather on 10th of September, we completed 14 years. We ended 15th year. While, of course, my flight was late, that is why I came late. In the aircraft the time is flying, 18 years it is written in Indigo, and I was remembering time is flying. My club is completing 14 years and entering 15th year. It is a joyous occasion, like the Christmas for me, as I am a Christian. And coming to the performance of the club, many audits would have been announced. Many people would have spoken about it. I feel we are on the right track. Otherwise, we would not have survived. On the first year, some inhibitions came. It may survive only for 1 year, actually. So I said it is not possible. We have to survive more, actually. So thank you very much for supplementing, for cooperating, for financing and making it a big club. And we all heard about Taj Mahal. It's a big monument in India, world's one of the 7 wonders. If you feel it has love, loss of love, when Shah Jahan lost his wife, then Renaissance, rather, and love again, our love to Taj Mahal. Same way, our club started with friendship and love in the campus. And thanks TKM College for creating that culture in us. That is the one which is holding us together. So in this case also, like Taj Mahal, friendship, love and gap or a loss of period and renewing or renaissance of our love. That is what is happening now actually.
why all people are coming again and again joining? Mainly because of love. That is because of the culture in TKM 60+. I thank TKM for creating that culture among us and creating a bond between us. But the only issue we are facing today, the number of batches have increased to 25 or 24 or 25, and in that generation gap is coming. Due to that generation gap, everybody is not talking to everybody. We are focusing on our batch or maybe 4-year people who were in the campus at that time. When we interact, I requested the present president to have separate color coding for the cards, ID cards, so that nobody with the same color should talk to each other in the break time. We should meet at least 5 people from different batches. Then only our bond will increase. Otherwise, it will be following only one batch culture, and then that group will die. So I request you all, during break hours, kindly contact at least 5 of your friends with a different color code, so that, and chit chat with them, make friendship. That will help us to grow better. And my ambition is to make our club as a unique monument in the global presence, with a global presence. And this will help us to grow better, and our club will be worshipped like a monument Taj. Thank you very much for patiently listening. നമ്മുടെ പ്രിയങ്കരനായ ഫൗണ്ടർ ജേക്കബ് വർഗീസിനെ ആദരിക്കുവാൻ നമ്മുടെ അഡ്വൈസർ ശ്രീകുമാറിനെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. അദ്ദേഹമാണ് നമ്മുടെ ആ ആദരവിന് വലിയൊരു വിലയുണ്ട്. Thank you. Thank you. Now I invite Shri Anthony Prince, Anugraha Prabhashanathinayi. Shri Anthony Prince. Distinguished guests, friends and family. Every year we get together to celebrate our friendship. This club actually originated by a small idea of Jacob Verghese to reconnect with the friends. And few of us in the early days of the club got together and decided how we should go forward. We had lots of hopes, but we were not sure how practical it will be, that we are all 60 plus, most of us are retired and having a private life. But as you can see that the club has passed 14 years and entered the 15th year successfully. We now have a large number of our younger brothers and sisters who have joined the club recently, which has helped the club to increase the number of members in the club. The founder president Jacob Verghese compared the club to Taj Mahal. Yes, every year I make this pilgrimage for last 14 years, make sure that I come and attend, though I live very far from here. And in our chairman's Charles Muslia's speech, he mentioned a word, emotional bonding. I think
that is the most apt word when it comes to our alma mater and us. What actually created a global network of successful engineers who have graduated from TKM is because of the entire environment that was present in the college. It is not only the academics, not only the brilliant teachers who dedicated their life to teach us, but it was a balance of everything, from academic excellence to Chandanathopu Kalusha. You see, we had a wide variety of activities in the college, which made us many times practical engineers, smart engineers, and engineers that came up as a wholesome person, not only just engineering. So I think TKM is a very unique college. When we were studying, we are sure that it is even become better. So that has really made us successful in our life, going around the world practicing the profession of engineering. So my greatest respect to our founder, Janab Tangal Kunju Musliar, and our chairman, Shah Hasan Musliar, and the family of Musliar, and all the people behind Tangal Kunju Musliar Engineering College. Our great appreciation and thanks. Thank you, sir. Thank you. One would wonder, how did this club survive 14 years and without any major problems, which is very common in any kind of clubs like this. I think one of the key things, if all of you look back, we were successful to conduct our election, our selection of our office bearers without contest. I think that is really, when I look back, was one of the major reasons for the success of this club's health and the friendship that we could continue. So those of you joined recently, I have this message that this club, there are no contests, although we are bound to conduct an election every year. The office bearers actually start from the junior most position and come up the ranks and end up finally as the president. So it's my personal wish as one of the team that started this club that let's not have contested elections in this club. Let us select our best leaders to take the club forward, so the harmony that is the core of this club will continue. With these words, no, I have to mention Rajendran Chetan, our old brother, for the wonderful song you have choreographed. And the words you have selected is so meaningful. It is all bringing us to our second childhood. Thank you, Chetan. And Ramanujan Chetan, when he came, he asked me, has the prince become a king? So I said, no, not king, but the kingmaker. So you all have given me this particular privilege of selecting the office bearers every year. And I thank all of you for giving me that freedom and privilege to select the office bearers for the coming years. That responsibility has now fallen to Sri Kumar, our advisor, and I hope all of you will support him and accept his decision in the coming years, and to all those advisors that will be coming hereafter. Thank you very much and enjoy the party. Thank you.
താങ്ക് യു സർ. ആശംസാ പ്രസംഗത്തിനായി റയർ അഡ്മിറൽ ശ്രീ രവി മേനോൻ അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. As per the program, I think we are supposed to speak only 3 minutes. So strictly as a defense man, I'll stick to that time. And all of us who have spoken earlier than me have crossed that limit. Chairman, respected chairman of the college, Sanu Master, my old guru, Labasa, people on the stage, all my colleagues, young and old, friends, ladies and gentlemen. I don't want to take too much of time. People have been talking about the glorious way we are performing. I think more than enough has been spoken. I'll touch on 1 or 2 issues only. When Jacob Burgess came after a visit to US, to my office, I was the chairman and advisor to the chief minister, and I had an office in Cochin. He came and sat with me and said, I am so disappointed, Ravi. We are same batch. I went to America, no friends, nothing. My children go somewhere else. I don't know what to do. And I think we should form a club. We should locate these people and start a club. This is how the formation actually was catalyzed. I told him, are you mad? How can you have somehow 10 or 15 people get together? He said, no, we can try. And he had a few other people. And eventually he found I was not happy because even then I used to say, it is never going to take off. And remember, there was a big meeting in the Highway Garden, which I organized, in which some of the founding members told me, the way Ravi Menon you are speaking, you are throwing the baby out of the bathtub. We are trying to form a baby and you are saying he's already dead. Frankly, that's how it started. Then, in order to attract more people, we had a voting in the evening, and I could do that because I was chairman of the KSINC, Sagar Rani, and the founding members and few of us came, and that is how it began. And since I could not be any position, Jacob Burgess said, you be the chief patron. So I was the first patron of 60 plus, which I handed over to our present patron in 2010. That's one instance. Second instance I want to say, somewhere down in 81 or 82, 83, Labasar was the principal. So I was asked to go to the colleges in Kerala and then select people for the Navy. I was a commander, wearing a shorts and whites. So I came to the college. Ladies were just coming in. There was not enough ladies in the college then. I don't remember the year, but it is somewhere 79 or 80 or 81. You may remember when the ladies started coming. This was the only college where one lady stood up, TKM College, and asked me, sir, why are you not taking us? You are only taking gentlemen. You think we are not good enough to fight? So I told him, it's not the norm in the world for fighting force for the ladies to join. She said, you are wrong. Israel girls fight shoulder to shoulder with the boys. She put me to shame, and that was in TKM College. I don't know how many ladies would ever remember this. And the third fortune I had is when I was posted as the naval advisor in London. It's a diplomatic posting. The other Malayali was Dr. Syed Mohammed. He knew I'm from TKM. We had good conversation. A year later, our present chairman, he remembers that when I talked to him, he said, yes, I remember my coming to London. And Syed Mohammed asked him to stay with him in number 5 South Kensington Palace Garden. So Syed Mohammed invited me and Girija, my wife who was here, for a lunch with the present chairman, Janab Shahul Muslia. And our present chairman vaguely remembers coming to London and having a lunch.
So this, I think, was a great fortune, because it's not that very often we who passed out from the alumni have a chance to sit and have lunch with the chairman in an exclusive area in the part of London. Anyway, these are my few quick thoughts, but as I said, and I keep saying this, the club has become like this, not because of any founding members. Every successive presidents and the managing committee has been outstandingly good, selfless, egoless, emotional bond, as was said, and they united the people. The second thing, I think all of us forget, when we retire, we have no job. Nobody has thought about it. What do? You have retired, you have worked 8 to 9, 24 hours a day, then you retire. And when you retire, you have no job. Suddenly, if something like this gets created, the bonding becomes doubly fast, because people who are jobless, brilliant engineers working everywhere, after retirement jobless, will come together like a leech. Now, and of course, the management and the administration has been so perfect, as has been seen. So that is the main bond that is getting all us together. Love and friendship is one thing. The culture which has been inculcated in us by the TKM college is second thing. Every college which has got residential arrangements have such culture. It is nothing unique to one college. But what is unique is we have provided an avenue for those who have retired to come together. And that is one of the finest things which has happened. And that's why it is growing. Nobody can stop its growth. Today it's 600. Next year it will be 1,000. Because the college is increasing, the people who are coming out are increasing, and they are all jobless as they come out, look for a job. Oh, there is a good thing. And club formation. And that has been a great thing. And obviously, Jacob Varghese' thinking has caught on extremely well. Everybody appreciates. And he, as he himself said, he wished this exponential growth in the international forum. I'm sure it will happen. And thank you all of you for coming. And thank you. I personally want to thank, on behalf of my wife, the amount of effort which the present managing committee, headed by the president, Sri Engineer Muralidharan, has done is unbelievable. See, it is not easy to get so many people, so many halls, so many music, so many systems, arrangements. Look at 80, 70, 50, bring them all, make them all happy. It's not easy. And the band of 18, as he said, 10 managing committee members and 8 organizing committee. I really want to thank the whole lot of them, and I'm sure all of you will agree with me. Please give us a big, big hand, gentlemen. Thank you. Jai Hind. Founders and all TKM 60+ members and family. ഒരു സമയം വളരെ കുറവാണെന്ന് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ TKM 60+ന്റെ 60കളിൽ 1960ൽ പഠിച്ചിരുന്ന ഒരു കൂട്ടം എഞ്ചിനീയർമാർ 2010 രൂപീകരിച്ച ഈ 60+ന്റെ ഇപ്പോഴത്തെ പുതിയ മെമ്പർമാരിൽ കൂടുതലും അന്ന് ജനിച്ച ആളുകളാണ്. ഈ 1960s 60 to 70 ആ കാലഘട്ടത്തിൽ ജനിച്ചവരാണ് നമ്മുടെ കൂടുതൽ മെമ്പർമാരായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവർ നമ്മുടെ ഇപ്പോൾ ആ മെമ്പേഴ്സ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ 660 മെമ്പേഴ്സ് നമുക്കുണ്ടെന്ന് പറഞ്ഞു. 660. അപ്പം നമുക്കിത് ഈ 60 ജനിച്ച ആളുകൾ ഇപ്പോൾ 60ൽ പുതുതായിട്ട് വന്ന മെമ്പേഴ്സ് എല്ലാം കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1-2 വർഷത്തിനകം നമുക്ക് ദുബൈ ചാപ്റ്റർ TKM 60+ന്റെ ദുബൈ ചാപ്റ്ററിന് ഓവർടേക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആ 60s ജനിച്ച ആളുകൾ, ഇപ്പോൾ 60s പഠിച്ചിരുന്നവർ രൂപീകരിച്ച ആ ക്ലബിനെ 60ൽ ജനിച്ച ആളുകൾ, അതാണ് എനിക്ക് തോന്നുന്നത് 86, 85, 84 തൊട്ടുള്ള ആളുകൾ അവരെല്ലാം 60s ജനിച്ചതാണ്, 1960s. അപ്പോൾ അവർ
ഈ ക്ലബിനെ ഒരു 2 വർഷത്തിനായി 2000-ന് മേളിലോട്ട് കൊണ്ടുപോകണമെന്ന് അവരോട് ഒരു വാക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിൻസിപ്പൽ ഡോക്ടർ സജീബ് സാറിൻ്റെ വാക്കുകളിലേക്ക്. Honorable Chairman TKM Trust Janab Shahal Hassan Musliya sir, President of the function Murali sir, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, ഞങ്ങളുടെ പ്രിൻസിപ്പൽ ലബ്ബ സർ, TKM 60+ൻ്റെ ആരാധ്യരായ നേതാക്കൾ, ട്രസ്റ്റ് മെമ്പേഴ്സ്, ഹാറൂൺ സാർ, സുധീർ മുതലായവർ, TKM 60+ലെ മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. 1958 നമ്മുടെ മഹാനായ ഫൗണ്ടർ ജനാബ് തങ്ങളുദ്ദീൻ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായ കോളേജിൻ്റെ തണൽ പറ്റി ജീവിതം കരിപ്പിടിപ്പിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപക്ഷെ കൊല്ലത്ത് ആ കോളേജ് സ്ഥാപിതമായിരുന്നില്ല എങ്കിൽ നമ്മളുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നാലോചിച്ചാൽ ഒരുപക്ഷെ ഈ ഒരു ലെവലിൽ എത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കൊല്ലത്ത് കോളേജ് സ്ഥാപിതമായതുകൊണ്ട് മാത്രം എഞ്ചിനീയറായ ഒരാളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കൊല്ലത്തുകാരനാണ്. അപ്പോൾ അതുപോലെ 1958 മുതൽ ഇത്രയും വർഷം എത്രയോ തലമുറകളുടെ ജീവിതത്തെ സ്പർശിച്ച ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇരിക്കുമ്പോൾ ഇവിടെ പറഞ്ഞു ഒരു ഇമോഷണൽ ബോണ്ട്. നമ്മുടെ ക്യാമ്പസ്, നമ്മുടെ കോളേജിന് വളരെ യുണീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ കോളേജ് വേറെ എവിടെയും ഉണ്ടാകുമെന്ന് തോന്നില്ല. പല റീസൺസ്. നമ്മൾ തമ്മിലൊരു ഒരു ഇമോഷണൽ ബോണ്ടുണ്ട്. ഇപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബോണ്ട്, ആ ബോണ്ടിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ അലുമിനി അസോസിയേഷൻ ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് വരുന്നത്. അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അലുമിനി ഒന്നും ഈ തരത്തിൽ വരുമായിരുന്നില്ല. അതോടൊപ്പം തന്നെ TKM ട്രസ്റ്റിൻ്റെ ഒരു കരുതൽ. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മുടെ ചെയർമാൻ ഇവിടെ വന്നു, കൊല്ലത്ത് നിന്ന് എറണാകുളം വരെയുള്ള ഇപ്പോഴത്തെ റോഡിൻ്റെ കണ്ടീഷൻ എല്ലാവർക്കും അറിയാം. ആ കണ്ടീഷനൊന്നും വകവയ്ക്കാതെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ മാത്രമായിട്ട് ചെയർമാൻ ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ആ ട്രസ്റ്റിൻ്റെ ഒരു കരുതലാണ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ കോളേജിൻ്റെ ഒരു യുണീക്ക് ഫീച്ചേഴ്സായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഒരു ശക്തി. ഇപ്പം ഞങ്ങളുമൊക്കെ ഇനി 1-2 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യേണ്ട ആളാണ് ഞാൻ. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം എന്ന് സർവശക്തൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അതിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ്, ഈ ഒരു അലുമിനിയുടെ ഒരു ഗ്രൂപ്പ്, അതിൻ്റെ ഒരു ശക്തി, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കത് മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ പുറത്തു നിന്നുള്ള ആൾക്കാർ വളരെ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു ഗ്രൂപ്പാണ് TKM അലുമിനി. അപ്പോൾ അത് വളരെയധികം ശക്തിയായി വളരട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിൻ്റെ ആരംഭഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ ഭാഗമായ വിദ്യാർത്ഥികൾ, ആദ്യത്തെ ഒരു 6 ബാച്ച് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ഈ ചടങ്ങ്, ഈ രാജകീയ ചടങ്ങെന്ന് തന്നെ പറയാം, അതിൻ്റെ ഭാഗമായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കോളേജിൻ്റെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ നിലയിൽ എന്നെ ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ ക്ഷണിച്ച ഒരു അവസരം തന്ന ആൾക്കാർക്ക് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഈ ഫംഗ്ഷനും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.